വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പം വാർത്തയിലേക്കാണ് പോകേണ്ടതുള്ളത്. അല്പസമയം മുമ്പ് വടകരയിൽ എൻ ഷംസീറും മനയത്ത് ചന്ദ്രനും അടക്കമുള്ള LDF നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വടകരയിൽ നടന്ന ഇന്നലെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് UDF നടത്തിയ അക്രമ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനായിരുന്നു വാർത്താ സമ്മേളനം. ബോധപൂർവം ആക്രമണം നടത്തി അത് LDFന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ ഉണ്ടായത് എന്നാണ് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. PV കുട്ടൻ നൽകും വിശദാംശങ്ങൾ. കുട്ടൻ, എന്തൊക്കെയാണ് പ്രധാനമായും ഷംസീർ അടക്കമുള്ള LDF നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? ബോധപൂർവം ഒരു ആക്രമണം ഉണ്ടാക്കി അത് LDFന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനു, തെരഞ്ഞെടുപ്പ് തോൽവി എന്നുകൊണ്ട് UDF വടകര മണ്ഡലത്തിൽ ഉടനീളം അക്രമം അഴിച്ചുവിടുന്നുവെന്നാണ് LDF നേതാക്കൾ ആരോപിച്ചിരിക്കുന്നത്. LDFന്റെ വടകര പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എൻ ഷംസീറാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം ഉന്നയിച്ചത്. അതുപോലെ തന്നെ ചെയർമാൻ മനയത്ത് ചന്ദ്രനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. വലിയ രീതിയിലുള്ള അക്രമങ്ങൾ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ്. ഇന്നലെ വില്യാപ്പള്ളിയിൽ കുട്ടിക്കലാശത്തിന്റെ മുന്നോടിയായി വില്യാപ്പള്ളിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം UDF നടത്തി. അവിടെ പ്രകടനത്തിൽ പങ്കെടുത്ത വനിതകൾക്ക് നേരെ ആക്രമണം നടത്തി. ഫ്ലാഷ് മോബ് കാണാനെത്തിയ കുട്ടികളെയും ആക്രമിച്ചു. മുളക് പൊടി വിതറിക്കൊണ്ടായിരുന്നു ആക്രമണം. ഇത്തരത്തിൽ പല മേഖലകളിലും ആക്രമണം നടത്തുകയാണ് UDF. എന്നിട്ട് ഇതൊക്കെ LDFന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് LDFന് പഴിചാരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എൻ ഷംസീർ പറഞ്ഞു. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ സ്വീകരിക്കണമെന്നും ഷംസീർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനു, തീർച്ചയായും PV കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയം മുമ്പാണ് അവിടെ വാർത്താ സമ്മേളനം LDF നേതാക്കൾ നടത്തിയത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ UDFന്റെ ഭാഗത്തു നിന്ന് മനഃപൂർവ്വം അക്രമം ഉണ്ടാവുകയും അത് LDFന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു നീക്കവുമാണ്. മനഃപൂർവ്വം ബോധപൂർവം അക്രമം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലെ പ്രസ്താവന എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കിയതാണെന്ന് രാഹുൽ കോടതിയെ അറിയിച്ചു. റഫേലിൽ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയതായി മോദി വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് രാഹുൽ കോടതിയിൽ ആരോപിച്ചു. How Mr. Narendra Modi can talk about the record of the Congress party when it comes to fighting anti-national people. However, the most anti-national thing you can do, the absolutely most anti-national thing you can do in India today is divide the country. Is divide the country, make the country fight within itself. The most anti-national thing that can be done in India today is create a situation where 27,000 youngsters are losing their job every 24 hours. That's anti-national behavior. Crippling our agricultural system. Ensuring that thousands and thousands and thousands of kisans have to commit suicide. That's anti-national behavior. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പീപ്പിൾ വാർത്തയ്ക്ക് മറുപടി പറയാതെ ചിദാനന്ദപുരിയുടെ വക്കീൽ നോട്ടീസ്. സ്വത്ത് തട്ടിയെടുക്കാൻ ചിദാനന്ദപുരിയുടെ ഗുണ്ടകൾ സ്ത്രീയെ ആക്രമിച്ചത് പുറത്തുവിട്ടത് പീപ്പിൾ TV-യാണ്. ആശ്രമം RSS ക്രിമിനലുകളുടെ ഒളിത്താവളമെന്ന വാർത്തയും ഞങ്ങൾ പുറത്തുവിട്ടു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ നൽകിയത്. എന്നാൽ ഈ വാർത്തകളൊന്നും നിഷേധിക്കാൻ ഇതുവരെ ചിദാനന്ദപുരി തയ്യാറായിട്ടില്ല. ആശ്രമത്തിലെത്തിയ വാർത്താ സംഘത്തെ തടഞ്ഞു എന്നത് മാത്രമാണ് ചിദാനന്ദപുരി നിഷേധിക്കുന്നത്. വിവരങ്ങളുമായി PV കുട്ടൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. കുട്ടൻ, അതായത് നമ്മൾ ഉന്നയിച്ച വാർത്തകളും നമ്മൾ തെളിവുകൾ സഹിതം പുറത്തുവിട്ട വാർത്തകളൊന്നും നിഷേധിക്കാൻ ചിദാനന്ദപുരി തയ്യാറാകുന്നില്ല. ആകെ ചെയ്തിരിക്കുന്നത് അവിടെ എത്തിയ നമ്മളെ തടഞ്ഞു, ആശ്രമത്തിലെത്തിയ നമ്മളെ തടഞ്ഞു എന്ന കാര്യം മാത്രമാണ് നിഷേധിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തെളിവ് സഹിതം പുറത്തുവിട്ട വാർത്തകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമാണോ ഉണ്ടായിരിക്കുന്നത്? മനു, വളരെ ആധികാരികമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പീപ്പിൾ വാർത്താ സംഘം ചിദാനന്ദപുരിക്കെതിരെ തുടർച്ചയായ വാർത്തകൾ നൽകിയത്. ആത്മീയതയുടെ മൂടുപടമണിഞ്ഞുകൊണ്ട് വിശ്വാസികളെ ആകെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഈ ചിദാനന്ദപുരിയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പീപ്പിൾ TV കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടത്. ഓരോ വാർത്തക്കും കൃത്യമായ തെളിവുകളുടെ പിൻബലത്തിലായിരുന്നു ഞങ്ങൾ ഈ വാർത്തകൾ പുറത്തുവിട്ടത്. ആദ്യ വാർത്തയായി ചിദാനന്ദപുരിയുടെ ആശ്രമം RSS ക്രിമിനലുകളുടെ
താവളമാണ്, ഒളിത്താവളമാണ് എന്നുള്ള വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനനേതാക്കളെ ഫോണിൽ വധഭീഷണി മുഴക്കിയ RSSന്റെ ക്രിമിനൽ സംഘം ഉൾപ്പെടെയുള്ളവരെ ഒളിവിൽ താമസിപ്പിച്ചത് ചിദാനന്ദപുരിയുടെ കൊളത്തൂരിലെ അദ്വൈതാശ്രമത്തിലായിരുന്നു. അവിടെ വെച്ചാണ് കണ്ണൂരിലെ RSSന്റെ പ്രധാനിയായ വിജേഷ് എന്ന് പറയുന്ന ക്രിമിനലിനെ കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതുൾപ്പെടെ തെളിവ് സഹിതമാണ് പീപ്പിൾ TV ആദ്യഘട്ടത്തിൽ വാർത്ത നൽകിയത്. പിന്നീടും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ചിദാനന്ദപുരിക്കെതിരെ വന്നു. ചിദാനന്ദപുരിയും സംഘവും ഒരു കുടുംബത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി, അതായത് 10 കോടിയിലധികം രൂപ വില വരുന്ന സ്വത്ത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നഗര മധ്യത്തിൽ തന്നെയുള്ള ഷീബ എന്ന് പറയുന്ന ഒരു വീട്ടമ്മയെയും അവരുടെ ഭർത്താവിന്റെ അമ്മയെയും വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവത്തെ പറ്റിയുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഇത് ഈ കുടുംബക്കാരുടെ ഇന്റർവ്യൂ സഹിതം അവരുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ പുറത്തുവിട്ടത്. വളരെ ദൈന്യതയാർന്ന കഥകളായിരുന്നു ഇതിലൂടെ പുറത്തേക്ക് വന്നത്. ഈ ചിദാനന്ദപുരി എന്ന് പറയുന്ന ഈ പറയുന്ന സ്വാമിയുടെ കപട മുഖം പിച്ച് ചിന്തുന്ന രീതിയിലൂടെ അദ്ദേഹത്തിന്റെ ക്രൂരമായ മുഖം പുറത്തെത്തിക്കുന്നതിനുള്ള വളരെ കൃത്യമായ വെളിപ്പെടുത്തലുകൾ സഹിതമാണ് പീപ്പിൾ TV രണ്ടാം വാർത്ത നൽകിയത്. പിന്നീട് നൽകിയ വാർത്തയിൽ ഈ കുടുംബത്തെ ആക്രമിച്ച സംഭവത്തിൽ ചിദാനന്ദപുരിക്ക് പങ്കുണ്ട് എന്ന് കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് സഹിതമാണ് പീപ്പിൾ TV വാർത്ത നൽകിയത്. ഞങ്ങൾ ചിദാനന്ദപുരിയെ പീപ്പിളിന്റെ വാർത്താ സംഘം എന്ന നിലയിൽ തന്നെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഈ 3 വാർത്തയിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കാൻ താങ്കൾക്ക് സാധിക്കുമെന്ന്. പക്ഷേ അതൊന്നും നിഷേധിക്കാതെയാണ് ഇപ്പോൾ പീപ്പിൾ TVക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി ചിദാനന്ദപുരി തയ്യാറായിരിക്കുന്നത്. പീപ്പിളിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ ഉള്ള വാർത്താ സംഘത്തിന് നേരെയാണ് ഇപ്പോൾ ചിദാനന്ദപുരിയുടെ വക്കീൽ നോട്ടീസ് അയക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അതിന്റെ വാർത്താക്കുറിപ്പ് ചിദാനന്ദപുരിയുടെ ആശ്രമം, കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ സെക്രട്ടറിയുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്നു. ഇതിൽ ഒരിടത്തും നമ്മൾ നൽകിയ വാർത്തയെ നിഷേധിക്കുന്ന ഒരു പരാമർശവുമില്ല. അതിനുള്ള ഒരു തരത്തിലുള്ള വിശദീകരണവും ചിദാനന്ദപുരി നൽകിയിട്ടില്ല എന്നതാണ് വളരെ അത്ഭുതകരമായ സംഭവം. എന്നാൽ ഒരു കാര്യത്തിൽ ചിദാനന്ദപുരി ഒരു കാര്യം പറയുന്നുണ്ട്. അത് പീപ്പിൾ വാർത്താ സംഘത്തെ, ആശ്രമത്തിന്റെ ദൃശ്യങ്ങൾ എടുക്കാനെത്തിയ പീപ്പിൾ വാർത്താ സംഘത്തെ തടഞ്ഞു എന്ന വാർത്ത തെറ്റാണ് എന്നാണ്. നമുക്കറിയാം അതൊരു പ്രധാന വാർത്തയായിട്ടല്ല പീപ്പിൾ കൊണ്ടുവന്നത്. ഈ വാർത്തയുടെ ഇടയിൽ, ഈ 3 വാർത്തകളും പറയുന്നതിനിടയിൽ ഒരു പരാമർശം എന്ന രീതിയിൽ മാത്രമായിരുന്നു ആ ഒരു സംഭവം വന്നത്. അവിടുത്തെ ആശ്രമത്തിന്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാനെ ഇത് ഷൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അകത്തു നിന്നും പുറത്തേക്ക് വന്ന ആൾക്കാർ തടഞ്ഞിരുന്നു. ആ വാദത്തിൽ നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അതല്ലാതെ മറ്റൊരു വാർത്തയെക്കുറിച്ച് പോലും പരാമർശിക്കാൻ പോലും ചിദാനന്ദപുരി വക്കീൽ നോട്ടീസ് തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം മറ്റ് ചില ചാനലുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾ നൽകിയിരുന്നു. അതിലൊക്കെ ചിദാനന്ദപുരിക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ വരുന്നു എന്നല്ലാതെ ആ വാർത്തകൾ നിഷേധിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. മനു, തീർച്ചയായും കൂട്ടൻ, അത് തന്നെയാണ് ഭീഷണിയുടെ വെറും ഓലപ്പാമ്പ് എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ടോ? കാരണം നമ്മൾ പുറത്തുവിട്ട ഒരു തെളിവുകളും നിഷേധിക്കാനോ അല്ലെങ്കിൽ വാർത്ത നിഷേധിക്കാനോ ചിദാനന്ദപുരിക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് നമ്മൾ പറഞ്ഞ തെളിവുകൾ ഇപ്പോഴും പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ആ തെളിവുകളെ നിഷേധിക്കാൻ ചിദാനന്ദപുരിക്ക് വാദങ്ങളില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മനു, അങ്ങനെ നിഷേധിക്കാൻ അദ്ദേഹത്തിന് വാദങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായി ആ വാദങ്ങളുമായി പൊതുസമൂഹത്തിനൊക്കെ മുന്നിലേക്ക് വരികയാണ് വേണ്ടത്. ഇതൊരു വാർത്താക്കുറിപ്പ്, കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ ഒരു വാർത്താക്കുറിപ്പ് എന്ന നിലയിൽ നമുക്ക് തിരിച്ച് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പത്രപ്രവർത്തകർ പരക്കെ കോഴിക്കോട്ടെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും ഇത് മെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു അവസരവും ഇല്ലാത്തൊരു സാഹചര്യം. അദ്ദേഹം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല. പക്ഷേ അതേസമയത്ത് അദ്ദേഹത്തിന് മറ്റൊരു കാര്യം ചെയ്യാമായിരുന്നു. നമ്മൾ പുറത്തുവിട്ട വാർത്തകൾ, പീപ്പിൾ TV പുറത്തുവിട്ട വാർത്തകൾ തെറ്റാണെങ്കിൽ ആ വാർത്ത തെറ്റാണ്, ഇന്ന വാർത്ത തെറ്റാണ്, അല്ലെങ്കിൽ ഈ 3 വാർത്തകൾ 1 by 1 ആയി അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വാർത്തകൾ 3ഉം തെറ്റാണ്. തന്റെ ആശ്രമത്തിൽ ക്രിമിനലുകളെ ഒളിപ്പിച്ചിട്ടില്ല എന്നും ഈ വിജേഷിനെ അറസ്റ്റ് ചെയ്തത് തന്റെ ആശ്രമത്തിൽ നിന്നല്ല എന്നും പറയാനുള്ള ധൈര്യം ഈ ചിദാനന്ദപുരി കാണിക്കണമായിരുന്നു. അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ ഷീബയെയും കുടുംബത്തെയും ആക്രമിച്ച സംഭവത്തിൽ അത് തന്റെ ആൾക്കാരല്ല, തനിക്കത് പങ്കില്ല എന്ന് പറയുന്നതിനുള്ള ആർജവം ഈ ചിദാനന്ദപുരി സ്വാമി കാണിക്കണമായിരുന്നു. അതിനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. മറിച്ച് അദ്ദേഹം മറ്റൊരു കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് പീപ്പിൾ TVക്കെതിരെ 1 കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് ഒരു തരത്തിലും നമ്മളെ ബാധിക്കാത്ത ഒരു വിഷയമാണ്. കാരണം വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ ആധികാരികമായ വസ്തുതകളുടെ പിൻബലത്തിലാണ് പീപ്പിൾ TV വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിന്റെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്, രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്, പരാതിക്കാരുടെ ഇന്റർവ്യൂ വെളിപ്പെടുത്തലുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത്തരത്തിൽ ഒരു തരത്തിലും നമ്മുടെ വാർത്തയെ നിഷേധിക്കാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ ചിദാനന്ദപുരി രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോഴും ഈ വാർത്ത കൊണ്ടുവന്ന റിപ്പോർട്ടർ എന്ന നിലയിൽ നമ്മൾ ചിദാനന്ദപുരിയോട് തന്നെ പറയുകയാണ്, ഈ ഒരു വാർത്ത നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന് തന്നെയാണ് പീപ്പിൾ വാർത്താ സംഘത്തിന് ചോദിക്കാനുള്ളത്. മനു, തീർച്ചയായും പി കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഞങ്ങൾ പുറത്തുവിട്ട വാർത്തകൾക്ക് മറുപടി പറയാതെ ചിദാനന്ദപുരിയുടെ വക്കീൽ നോട്ടീസ് മാത്രം
സ്വത്ത് തട്ടിയെടുക്കാൻ ചിദാനന്ദപുരിയുടെ ഗുണ്ടകൾ സ്ത്രീയെ ആക്രമിച്ച വാർത്ത പുറത്തുവിട്ടത് ഞങ്ങളായിരുന്നു. ആശ്രമം RSS ക്രിമിനലുകളുടെ ഒളിത്താവളം എന്ന വാർത്തയും പീപ്പിൾ ടിവിക്ക് വേണ്ടി PV കുട്ടൻ തന്നെയാണ് പുറത്തുവിട്ടത്. എന്നാൽ ആ വാർത്തയിലെ ഒരു വസ്തുതയും നിഷേധിക്കാൻ, ആ വാർത്തകളിലെ ഒരു വസ്തുത നിഷേധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും നടത്താതെ ഒരു വക്കീൽ നോട്ടീസ് അയക്കുക എന്നത് മാത്രമാണ്. അതായത് അതൊരു ഭീഷണിയാണ്. പക്ഷേ അത്തരത്തിലുള്ള ഭീഷണികളൊന്നും മാധ്യമ ധർമ്മത്തിന് മുന്നിൽ, ഞങ്ങൾക്ക് മുന്നിൽ വിലപ്പോവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം വ്യക്തമായ തെളിവുകൾ സഹിതമാണ് ഞങ്ങൾ ആ വാർത്ത പുറത്തേക്ക് വിട്ടതും ആ വാർത്തയുടെ ആധികാരികത കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങളത് ജനങ്ങൾക്ക് മുന്നിലേക്ക്, പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നതും. ആധ്യാത്മികതയുടെ മൂടുപണം അണിഞ്ഞുകൊണ്ട് ചിലർ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ അനധികൃതമായ ഇടപാടുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വാർത്ത ഞങ്ങൾ പുറത്തേക്ക് വിട്ടത്. അത് നിഷേധിക്കാൻ ഇതുവരെ അവർക്ക് കഴിയാത്ത സാഹചര്യത്തിൽ നോട്ടീസ് അയച്ചതിന്റെ സാങ്കത്യം വരെ നമുക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യാവുന്ന ഒരു അവസരമാണുള്ളത്. കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനെതിരെ കേസെടുത്തു. കോഴ വിവാദത്തെ തുടർന്ന് വന്ന പരാതിയിലാണ് കേസെടുത്തത്. MK രാഘവന്റേത് ഉൾപ്പെടെയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തി. ഒളിക്യാമറയിൽ ഗൂഢാലോചന നടന്നു എന്ന രാഘവന്റെ പരാതിയിൽ കഴമ്പില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഈ ദൃശ്യങ്ങളുടെ ആധികാരികത സംബന്ധിച്ച് അല്ലെങ്കിൽ ദൃശ്യങ്ങളിൽ കളവില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന പ്രാഥമിക പരിശോധനാ ഫലം. അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്? മനു, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശപ്രകാരമാണ് MK രാഘവനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരം 414/2019 കോഴിക്കോട് നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 171E പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിനായി ഒളിക്യാമറ ദൃശ്യത്തിന്റെ എഡിറ്റ് ചെയ്യാത്ത ടൈപ്പ് ഇനിയിപ്പോൾ പോലീസിന് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാവും. ASP വാഹിദ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ദൃശ്യങ്ങൾ യഥാർത്ഥമാണെന്ന് കണ്ടെത്തിയത്. ഒളിക്യാമറ ഓപ്പറേഷനിൽ ഗൂഢാലോചന നടന്നു എന്ന രാഘവന്റെ പരാതിയിൽ കഴമ്പില്ലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഗൂഢാലോചന തെളിയിക്കുന്ന ഒരു കാര്യവും രാഘവന് ഹാജരാക്കാൻ കഴിഞ്ഞതുമില്ല. CPIM ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു രാഘവന്റെ ആരോപണം. ദൃശ്യങ്ങളിലെ സാഹചര്യവും രാഘവന്റെ മൊഴിയിൽ പറഞ്ഞ കാര്യവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. TV9 ഭാരത് വർഷ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് UDF സ്ഥാനാർത്ഥിയായ MK രാഘവൻ കുടുങ്ങുന്നത്. കോഴിക്കോട്ട് വ്യവസായ ആവശ്യത്തിനായി 15 ഏക്കർ ഭൂമി വേണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച ചാനൽ സംഘത്തോട് MK രാഘവൻ 5 കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 കോടി രൂപ ചെലവായി എന്നുകൂടി അദ്ദേഹം ഈ ചാനൽ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. സ്വകാര്യ ചാനൽ ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടതോടെയാണ് MK രാഘവൻ വെട്ടിലായത്. ശരി, MK രാഘവനെതിരെ കേസെടുത്തു. കോഴ ആരോപണത്തിൽ ചാനൽ പുറത്തുവിട്ട TV9 ഭാരത് വർഷ എന്ന ചാനൽ പുറത്തുവിട്ട കോഴ ആരോപണത്തിലാണ്, 5 കോടി രൂപയുടെ കോഴ ആരോപണത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അഴിമതി നിരോധന നിയമം, ഒപ്പം തന്നെ ജനപ്രാതിനിധ്യ നിയമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ്, വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരത്ത് 2715 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. കൊല്ലത്തും പത്തനംതിട്ടയിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വയനാട്ടിലെ തോട്ടം ആദിവാസി മേഖലകളിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. ഇതിനകം എല്ലാ മേഖലകളിലും സാന്നിധ്യമറിയിച്ച പ്രചാരണത്തിൽ മുൻതൂക്കം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. പനമരം 4 മൈൽ ആദിവാസി കോളനിയിൽ വെച്ച് അദ്ദേഹം കൈരളി ന്യൂസുമായി സംസാരിച്ചു. മിക്കവാറും ഈ മണ്ഡലത്തിലെ ഏകദേശം 99% കോളേജുകളിലും പോയി വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അധ്യാപകരെയും ഒക്കെ നേരിൽ കണ്ടു. സർക്കാർ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസ് മുതൽ എല്ലാ തരത്തിലുള്ള സർക്കാർ ഓഫീസുകളിലും പോയി ജീവനക്കാരുമായി സംസാരിച്ചു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ പോയി, തൊഴിൽശാലകളിൽ പോയി, ബസ് സ്റ്റാൻഡുകളിൽ പോയി, എല്ലാ മേഖലകളിലും പൊതുവെ താളുകൂടെ നടത്തും, മരണവീടോ കല്യാണ വീടോ എന്തായാലും അവിടെയൊക്കെ ചെല്ലാനും അവരുമായി സംസാരിക്കാനും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ LDF ഇതിനകം മണ്ഡലത്തിൽ നടത്തിയ പ്രചാരണ പരിപാടികളിലെ വലിയ ജനപങ്കാളിത്തം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷമിക്കണം, വാർത്ത മാറി വേറൊരു വാർത്ത സംപ്രേഷണം ചെയ്തതിൽ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങൾക്ക് പുറമെ രാജ്യത്തെ 96 മണ്ഡലങ്ങൾ കൂടി നാളെ വോട്ടെടുപ്പ് നടക്കും. ഇന്ന് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും 3ാം ഘട്ടത്തിനൊപ്പം വോട്ടെടുപ്പ് നടക്കും. 3ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ 302 സീറ്റുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും. അതേസമയം ദില്ലിയിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന്റെ 419 സ്ഥാനാർത്ഥികളുമായി. ശരത്ത് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ശരത്ത്, 3ാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഏകദേശം പകുതിയിലധികം, അതായത് 302 സീറ്റുകളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകും. നാളെ നടക്കുന്ന വോട്ടെടുപ്പ് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങളിൽ ഒന്നാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഒഡീഷ അടക്കമുള്ള കേരളം അടക്കമുള്ള
പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ നിർണായകമായ സീറ്റുകളിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കും. എങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കപ്പെടുന്നത്? എന്തൊക്കെ രാഷ്ട്രീയ ചലനങ്ങളാണ് ഈ ഒരു അവസാന മണിക്കൂറുകളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്? മനു, മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും രാജ്യത്താകെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളിംഗ് സാമഗ്രികളൊക്കെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ 6 മണി വരെയാണ്, വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് തീരുമാനിച്ചിരിക്കുന്നത്. 116 മണ്ഡലങ്ങളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിൽ അസമിൽ മാത്രമാണ് രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ പാർട്ടികളും ഉള്ളത്. പ്രധാനപ്പെട്ട സംസ്ഥാനം ഗുജറാത്ത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഗുജറാത്തിലെ 26 സീറ്റുകളിലും ഈ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തെ കൂടാതെ ഒറ്റ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റൊരു സംസ്ഥാനം ഗോവയാണ്. ഗോവയിലെ 2 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കും. ഗുജറാത്തിൽ എത്രത്തോളം സീറ്റുകൾ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും, 26 സീറ്റും BJPക്ക് നിലനിർത്താൻ സാധിക്കുമോ എന്നുമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. BJP അധ്യക്ഷൻ അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് പൊതുവിൽ ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. വർഗീയത കുറച്ചുകൂടി ശക്തമാക്കി ഉപയോഗിച്ചുകൊണ്ടുള്ള നേട്ടങ്ങൾ ഗുജറാത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ആകട്ടെ പട്ടേൽ സമുദായത്തിന്റെ വലിയ പിന്തുണ നഷ്ടമായതിന്റെ ഒരു ക്ഷീണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഠാക്കൂർ സേന നേതാവായ അൽപേഷ് ഠാക്കൂർ ഇപ്പോൾ കോൺഗ്രസുമായി തെറ്റി നിൽക്കുന്നതും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ്. മഹാരാഷ്ട്രയിലേക്ക് വരികയാണെങ്കിൽ NCPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. NCPയുടെ 4 സിറ്റിംഗ് സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ NCPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സഖ്യത്തിന്റെ ഫലം തങ്ങൾക്ക് ലഭിക്കുമോ എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ NCPക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ ബാരാമതിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ശിവസേന BJP സഖ്യം എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഈ ഒരു 14 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ സഹായകരമാകും. അതുപോലെ തന്നെ കർണാടകയിലെ 14 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കർണാടകയിലെ 14 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയായാൽ ദക്ഷിണേന്ത്യ പൂർണ്ണമായും ജനവിധി എഴുതി കഴിയും. ഈ ഒരു തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി 17 സംസ്ഥാനങ്ങളിലെ 302 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പാണ് പൂർത്തിയാവുക. 17 സംസ്ഥാനങ്ങൾ പൂർണ്ണമായും ജനവിധി എഴുതി കഴിയും. മറ്റ് സംസ്ഥാനങ്ങളാണ് അടുത്ത 4 മുതൽ 7 ഘട്ടം വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനവിധി എഴുതുക. ഉത്തർപ്രദേശിലെ 10 മണ്ഡലങ്ങളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും. മെയിൻപുരിയാണ് പ്രധാനമായ ഒരു മണ്ഡലം. മെയിൻപുരിയിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് മുലായം സിംഗ് യാദവാണ് ജനവിധി തേടുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചരിത്രപരമായ ഒരു സന്ദർഭം കൂടിയാണ്. കാരണം എല്ലാ വൈര്യവും മറന്നുകൊണ്ട് മായാവതി 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി എത്തിയ ഒരു സാഹചര്യമാണ് കഴിഞ്ഞയാഴ്ച ഉണ്ടായത്. ഏതായാലും മെയിൻപുരിയിൽ അദ്ദേഹത്തിന് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ വേണ്ടി BJPക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. പിലിഭിത്തിൽ നിന്ന് കോൺഗ്രസ് BJPയുടെ പ്രധാനപ്പെട്ട നേതാവായ കോൺഗ്രസിന്റെ നിലവിലെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള വരുൺ ഗാന്ധി അവിടെ നിന്നാണ് മത്സരിക്കുന്നത്. മനേക ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു അവിടെ ഏത് രീതിയിലാണ് ഈ ഒരു മണ്ഡലം കൈമാറിയത്, ഏത് രീതിയിലാണ് ഗുണം ചെയ്യുക അല്ല മോശം ചെയ്യുമോ എന്നുള്ള കാര്യം കൃത്യമായും ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യക്തമാകും. 10 സീറ്റുകളിൽ മറ്റൊന്ന് പ്രധാനമായും അസം ഖാനും അതുപോലെ തന്നെ ജയപ്രദയും ഏറ്റുമുട്ടുന്നുണ്ട്. ആ ഒരു നിർണായകമായ മത്സരവും ഉത്തർപ്രദേശിന്റെ മൂന്നാം ഘട്ടത്തിലെ രാഷ്ട്രീയ സവിശേഷതയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാളിൽ വലിയ രീതിയിലുള്ള അക്രമം തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാകുക എന്നുള്ളത് വലിയ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ 5 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണ് ബംഗാളിലെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. ഈ മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറും. കാരണം പ്രധാനമായും ന്യൂനപക്ഷ മേഖലകളായ മാൽഡ മേഖലയിലാണ് തെരഞ്ഞെടുപ്പ്. 3 സീറ്റുകൾ ഈ 5 തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സീറ്റുകളിൽ 3 സീറ്റുകളും അത് കോൺഗ്രസിന് കൈവശമുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നിന്നും കുറച്ചുകൂടി ഭേദപ്പെട്ട പ്രകടനം ഉണ്ടാക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ ഈ സീറ്റുകളെങ്കിലും നിലനിർത്തേണ്ടുന്ന സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുപോലെ തന്നെ അസമിലേക്ക് വരികയാണെങ്കിൽ അസമിലെ 4 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. BJPയുടെ സഖ്യകക്ഷികളാണ് പ്രധാനമായും ഈ മേഖലയിൽ മത്സരിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസും AUDFും തമ്മിലുള്ള ധാരണകളൊക്കെ തന്നെ പൊളിയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരുപക്ഷെ കോൺഗ്രസിനെയും AUDFിനെയും ഒരേപോലെ ബാധിക്കാനുള്ള സാധ്യതയാണ് അസമിൽ കാണുന്നത്. ഛത്തീസ്ഗഡിലേക്ക് വരികയാണെങ്കിൽ ഛത്തീസ്ഗഡിന്റെ 7 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കും.
കോൺഗ്രസിന്റെ ഏക സിറ്റിംഗ് സീറ്റായ ദുർഗ് മണ്ഡലത്തിൽ താമ്രധ്വജ് സാഹു വീണ്ടും ജനവിധി തേടും. വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ മാവോയിസ്റ്റ് സാന്നിധ്യങ്ങൾ കൊണ്ടും നക്സൽ സാന്നിധ്യം കൊണ്ടും ഒക്കെ തന്നെ ഉള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ കൂടുതൽ ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ ഛത്തീസ്ഗഡിൽ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉള്ളത്. ഒഡീഷയിലെ 6 സീറ്റുകളിലാണ് മറ്റൊന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആ ഒഡീഷയിലെ 6 സീറ്റുകളിൽ ഏറ്റവും പ്രധാനം മുഴുവൻ സീറ്റുകളും BJD വിജയിച്ച സീറ്റാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ ഒരു പ്രതീക്ഷയുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ പുരി ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് BJP മത്സരിക്കുന്നത്. കോൺഗ്രസിന് കാര്യമായ ഒരു ചലനം ഒഡീഷയിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ കരുതുവാൻ വേണ്ടി സാധിക്കുകയില്ല. ബീഹാറിൽ ലോക് താന്ത്രിക് ജനതാദൾ നേതാവായ ശരത് യാദവും 3ാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. അദ്ദേഹം RJD ടിക്കറ്റിലാണ് മധേപുരയിൽ നിന്ന് മത്സരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 3ാം ഘട്ടത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിക്കൊണ്ട് വലിയ പ്രതീക്ഷയിലാണ് എല്ലാ പാർട്ടികളും ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റുകളും നേടിയ ഒരു തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളാണ് ഈ 116 എണ്ണത്തിൽ 62 എണ്ണവും BJPക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തണമെന്നുള്ള താല്പര്യമുള്ള BJPക്ക് ഈ സീറ്റുകളെങ്കിലും നിലനിർത്താനുള്ള വലിയ ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതേസമയം മറ്റ് പ്രാദേശിക പാർട്ടികൾക്കാണ് ഈ പല മണ്ഡലങ്ങളിലും വലിയ സ്വാധീനമുള്ളത്. 16 സീറ്റുകളിൽ മാത്രമാണ് 2014 കോൺഗ്രസിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രാദേശിക പാർട്ടികൾക്ക് വലിയ ഒരു നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. മനു. ശരി, ശരത്താണ് വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. തർക്കങ്ങൾക്കൊടുവിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. രാഹുൽ സമർപ്പിച്ച പത്രികയിൽ ഗുരുതര പിഴവുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ സൂക്ഷ്മ പരിശോധന റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവച്ചിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്നലെ രാഹുലിന് വിദേശ പൗരത്വം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ധ്രുവ് ശർമ്മ കഴിഞ്ഞ ദിവസം ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതിനെ തുടർന്നാണ് സൂക്ഷ്മ പരിശോധന ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണോ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ തീരുമാനിച്ചത്? രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികയിൽ പ്രധാനമായും 3 ഗുരുതര പിഴവുകൾ ഉണ്ടെന്നായിരുന്നു ആരോപണം. ഒന്നാമത്തെ രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ചുള്ള വിഷയമാണ്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമാണുള്ളത് എന്ന പരാതിയിൽ പ്രത്യേകം എടുത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് അമേഠിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ധ്രുവലാലാണ് ഈ പരാതി നൽകിയിരുന്നതും. അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടുന്ന മറ്റു കാര്യം 2003 മുതൽ 2009 വരെ രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന കമ്പനിയുടെ ആസ്തികളോ അതിന്റെ വിവരങ്ങളോ ഈ നാമനിർദ്ദേശ പത്രികയിൽ വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള വിവരങ്ങളിലും സംശയമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അമേഠിയിലെ ഭരണാധികാരി രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്കായി ഇന്ന് മാറ്റിയത്. ഇന്ന് രാവിലെ 10:30 മുന്നേ രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് രാവിലെ 10:30 രാഹുൽ ഗാന്ധി എല്ലാ സർട്ടിഫിക്കറ്റുകളും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് അടക്കമുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും വരണാധികാരിക്ക് മുന്നിൽ ഹാജരാക്കുകയും ഇത് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് ഈ ധ്രുവലാൽ രാഹുൽ ഗാന്ധിക്കെതിരെ സമർപ്പിച്ച ആ പരാതി വരണാധികാരിയെ തള്ളിക്കളഞ്ഞത്. ഇതോടെ രാഹുൽ ഗാന്ധിയുടെ വിദേശ പൗരത്വം ചോദ്യം ചെയ്തുള്ള ആ ഹർജിയും തള്ളിപ്പോയിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വമുണ്ട്, അതുകൊണ്ട് അമേഠിയിൽ നിന്നും മത്സരിക്കാമെന്ന് വരണാധികാരി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. മനു. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് പുറത്ത് പ്രതിഷേധം. 3 അഭിഭാഷകരാണ് പ്ലക്കാർഡുകളുമായി കോടതി വളപ്പിന് പുറത്ത് പ്രതിഷേധിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ഉത്തരവ് ഇറക്കാതെ കഴിഞ്ഞ ദിവസം പ്രത്യേക കോടതി സിറ്റിംഗ് പിരിഞ്ഞതിന് പിന്നാലെയാണ് പ്രതിഷേധം. ചീഫ് ജസ്റ്റിസിനെതിരായ ലൈംഗികാരോപണം ഉയർന്ന ശേഷമുള്ള ആദ്യ സിറ്റിംഗ് നടന്ന ഇന്ന് കോടതി നടപടികളും വൈകിയാണ് ആരംഭിച്ചത്. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിനെ പ്രവർത്തനരഹിതമാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ആരോപണം എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വിശദീകരണം. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ സുരേഷ് കല്ലട ബസിന്റെ മാനേജർ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. മരട് സിഐയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. കൊച്ചിയിലെ കല്ലട ഓഫീസിലാണ് പരിശോധന. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്,
ബസ് ഇവരുടെ ബസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമാണ് അവസാനമായി നമുക്ക് ലഭിച്ചത്. ഒപ്പം തന്നെ 2 ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ട്. സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണങ്ങൾ എന്താണ്? മനു, ഇപ്പോൾ പോലീസ് പരിശോധന വൈറ്റില കല്ലട ഓഫീസിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരട് സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. നേരത്തെ ഇവിടെ പ്രതിഷേധ മാർച്ചടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കല്ലട ഓഫീസിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ഇവിടേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് വന്നിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ സിയുടെ പരിശോധന ഇപ്പോൾ ഈ കല്ലട ഓഫീസിൽ നടക്കുന്നത്. ഇതിനിടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാനേജരെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ ഈ 3 ജീവനക്കാരാണ് പ്രതികൾ എന്നുള്ളതാണ് കമ്മീഷണറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 3 പേരുടെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അവരെ ചോദ്യം ചെയ്ത് അവരുടെ കുറ്റം തെളിഞ്ഞാൽ അവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം മാനേജർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ അല്ലെങ്കിൽ ഇതിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ജീവനക്കാർ ഈ ബസ്സിലേക്ക് കയറിയാണ് ഈ യാത്രക്കാരെ മർദ്ദിച്ചത് എന്നുള്ള വിവരം കൂടിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ 3 പേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. അതിൽ 2 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. സമാന്തരമായി തന്നെ ഈ കല്ലട ഓഫീസിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരട് സിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഇവിടെയുള്ള ബസിന്റെ വരവും പോക്കും സംബന്ധിച്ച കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇത് നിയമവിരുദ്ധമായ ഇതിൽ പാഴ്സൽ അടക്കം സർവീസ് നടത്തുന്നുണ്ട്, പാഴ്സൽ സർവീസ് അടക്കം ഇതിൽ ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ കൂടി ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് ചിലർ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അക്കാര്യം കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് CI ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പരിശോധന തുടരുകയാണ്. അതേസമയം ബസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ബസ് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ആ ബസ് ഇപ്പോൾ തിരിച്ച് വിളിച്ച് ഇവിടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിന്റെ പെർമിറ്റ് റദ്ദാക്കുന്ന നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും ഇനി കൂടുതൽ പ്രതികൾ ഉണ്ടോ, അവരാരൊക്കെയാണ്, അവരുടെ പങ്ക് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റവർ സ്വകാര്യ ആശുപത്രിയിലുണ്ട്. അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും പോലീസ് സമാന്തരമായി നടത്തി വരുന്നുണ്ട്. മനു, ശരി. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കല്ലട ബസ്സിൽ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒപ്പം തന്നെ 2 കല്ലട സുരേഷ് ബസിന്റെ 2 ജീവനക്കാരെ കൂടി കസ്റ്റഡിയിലെടുത്തു. സമഗ്രമായ അന്വേഷണം വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മർദ്ദനമേറ്റ സംഭവം കർശന നടപടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ബസിന്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നെന്നും കമ്മീഷണർ പറഞ്ഞു. സുരേഷ് കല്ലട ബസ്സിൽ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ ബസ് പിടിച്ചെടുക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ S. സുരേന്ദ്രൻ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിന്റെ അടുത്ത നടപടികളെക്കുറിച്ച് ചോദിക്കാം. സാർ, ഇപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടോ? ഇവരുടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം മാനേജറെയും കൂടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മൊത്തം 3 പേര് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥനെ ഉൾപ്പെടെ ഇപ്പോൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഇവർക്ക് മറ്റാർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും തരത്തിൽ അറിവോ ഇതിൽ പങ്കോ ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനും നടപടിയെടുക്കുന്നുണ്ട്. ബസ് ഇപ്പോൾ പിടിച്ചെടുക്കാൻ നടപടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സിൻ്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്നതിലുൾപ്പെടെ അതിന് നടപടിയെടുക്കുന്നുണ്ട്. വളരെ ശക്തമായ കർശന നടപടിയാണ് പോലീസ് കാര്യത്തിലെടുക്കുന്നത്. ഇവർ യാത്ര മുടങ്ങിയതിനെ ചോദ്യം ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്താണ് അവർക്ക് ഇത്രയധികം പ്രകോപനം ഉണ്ടായ സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലായത്. ഇപ്പോൾ ആദ്യം ഹരിപ്പാട് വെച്ചിട്ട് ബസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ പരസ്പരം ഇവർ സംസാരവും ഒക്കെ ഉണ്ടായെന്ന് പറയുന്നു. എന്തോ ചെറിയൊരു ഇൻസിഡൻറ്റ് അവിടെ വെച്ചുണ്ടായി. അതിനുശേഷം ഇവിടെ വരുമ്പോഴാണ്, വൈറ്റില ഭാഗത്ത് വരുമ്പോഴാണ് ഈ അടി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇന്നലെ അവരുടെ മൊഴി കിട്ടിയില്ലെങ്കിൽ പോലും, ഈ അടി കൊണ്ട ആളുകളുടെ മൊഴി കിട്ടിയില്ലെങ്കിൽ പോലും പോലീസ് അവരുടെ ടെലിഫോണിൽ കോൺടാക്ട് ചെയ്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് കേസെടുത്തു. അപ്പോൾ തന്നെ മാനേജർ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു. ബസ് ഇവിടെ ഇല്ലായിരുന്നു, ബസ് ബാംഗ്ലൂർ ആയിരുന്നു. അവിടുന്ന് ബസ് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ആളുകളെ, ബന്ധപ്പെട്ട ആളുകളെയും കൂടെ 2 പേരെ കൂടെ അഡീഷണലായിട്ട് കസ്റ്റഡിയിലെടുത്തത്. ഇനിയും പ്രതികളുണ്ട്, അവരെയും കൂടെ കസ്റ്റഡിയിലെടുക്കും. ഇന്ന് വിശദമായിട്ട് ഈ പരിക്കേറ്റ ആളുകളെ കൂടെ വിശദമായിട്ട് ചോദിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സെക്ഷൻ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. വളരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തുള്ളത്? ഇപ്പോൾ ടെലിഫോണിൽ കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അടിച്ചു എന്നുള്ളതിന് മാത്രമാണ് 323, 324 IPC പ്രകാരം ആണ് കേസെടുത്തിട്ടുള്ളത്. അതിലവരുടെ പരിക്കുമെല്ലാം നോക്കിയിട്ട് ഇപ്പോൾ അവർ വരും, പോലീസ് സ്റ്റേഷനിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയിട്ട് അതിനാവശ്യമായ ഏത് വകുപ്പാണോ ഉള്ളത് അതിനനുസരിച്ച് വകുപ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. മാത്രമല്ല, ഇത് വേറെ ആർക്കെങ്കിലും ഇത് പങ്കുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും. ഇവരുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴത്തേക്കായിരിക്കും? ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുന്ന നടപടി ഉണ്ടാവുമോ? ഇന്ന് തന്നെ ഉണ്ടാവും.
ഇന്ന് തന്നെ ബാക്കി അന്വേഷണം നടത്തുകൊണ്ടിരിക്കുക. ഇവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അന്വേഷണം നടക്കുക. അതിനുശേഷം ഇന്ന് തന്നെ നടപടി ഉണ്ടാവും. കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. കർശനമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ബസിന്റെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്ന നടപടികളിലേക്ക് അടക്കം പോലീസ് കടക്കും എന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ആലത്തൂരിലെ കൊട്ടിക്കലാശത്തിനിടെ CPIM പ്രവർത്തകർ കല്ലെറിഞ്ഞ് രമ്യ ഹരിദാസിന് പരിക്ക് പറ്റിയെന്ന പ്രചരണം പൊളിഞ്ഞു. കോൺഗ്രസുകാർ കല്ലെറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തുവന്നു. കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുമ്പോൾ ചതിക്കല്ലേട എന്ന് അലറി വിളിക്കുന്ന അനിൽ അക്രയെ വീഡിയോയിൽ കാണാം. ആലത്തൂരിൽ പരസ്യപ്രചാരണ പരിപാടി കഴിഞ്ഞ ശേഷം മടങ്ങുന്നതിനിടെയാണ് UDF പ്രവർത്തകർ വ്യാപകമായി ആക്രമണം അഴിച്ചുവിട്ടത്. റോഡരികിലെ ബോർഡുകൾ ഉൾപ്പെടെ UDF പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടെ സംഘർഷാന്തരീക്ഷം ഉടലെടുത്തു. ഇതിനു പിന്നാലെ കോൺഗ്രസ് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പാളയം പ്രദീപിന്റെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർക്ക് നേരെ വ്യാപകമായി കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ ആലത്തൂർ MLA KD പ്രസേനന് ഗുരുതരമായി പരിക്കേറ്റു. മേലാർക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മായൻ, സന്തോഷ്, 15 വയസ്സുകാരനായ അബു എന്നിവർക്കും പരിക്കേറ്റു. 2 പോലീസുകാർ പരിക്കേറ്റ് ചികിത്സയിലാണ്. ആസൂത്രിതമായി UDF പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കി കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. രാഷ്ട്രീയം പറഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ വളരെ ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ജനം തിരിച്ചറിയും. ഇതിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. അതിനൊന്നും ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്, ആരാണ് ഈ സംഭവത്തിൻ്റെ പിന്നിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണോ, UDFന്റെ പ്രവർത്തകരാണോ, ആരാണെന്ന് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് ഇവിടെ മൂടിവെക്കാനൊന്നുമില്ല. സംഭവത്തിന് പിന്നാലെ CPIM ആക്രമണം നടത്തിയെന്ന് പ്രചരിപ്പിച്ച UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും കോൺഗ്രസ് MLA അനിൽ അക്കരയും ആശുപത്രിയിലെത്തി. എന്നാൽ ഇരുവർക്കും പരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. UDF ആക്രമണം മൂടിവെച്ച് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് UDF നേതാക്കളുടെ ശ്രമം. കൈരളി ന്യൂസ്, പാലക്കാട്. കലാശക്കൊട്ടിനിടെ കോൺഗ്രസ് പ്രവർത്തകർ കല്ലേറ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനിടെ ഷാഹിദ കമാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു. കലാശക്കൊട്ട് കണ്ടപ്പോൾ പഴയ ഒരു തെരഞ്ഞെടുപ്പ് ഓർമ്മ പങ്കുവയ്ക്കുന്നു. കലാശക്കൊട്ടിനിടയിൽ ഏറുവരും, ദേഹത്തു കൊള്ളില്ല, പക്ഷേ ഉടൻ ബോധം കെട്ട് വീഴണം, അവസാനത്തെ അടവാണ്. എന്നാൽ അന്തസ് കെട്ട ഒരു പ്രവൃത്തിയായി തോന്നിയതിനാൽ അന്ന് ഞാൻ അതിന് തയ്യാറായില്ല എന്നാണ് ഷാഹിദ കമാൽ പോസ്റ്റ് ചെയ്തത്. നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വയനാട്ടിലെ ആദിവാസി മേഖലകളാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. ഗ്രാമീണ മേഖലകളിലെ വോട്ടർമാരെ ഒരിക്കൽ കൂടി കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം. നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വയനാട്ടിലെ തോട്ടം ആദിവാസി മേഖലകളിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. ഇതിനകം എല്ലാ മേഖലകളിലും സാന്നിധ്യമറിയിച്ച പ്രചാരണത്തിൽ മുൻതൂക്കം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. പനമരം 4 മൈൽ ആദിവാസി കോളനിയിൽ വെച്ച് അദ്ദേഹം കൈരളി ന്യൂസുമായി സംസാരിച്ചു. മിക്കവാറും ഈ മണ്ഡലത്തിലെ ഏകദേശം 99% കോളേജുകളിലും പോയി വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അധ്യാപകരെയും ഒക്കെ നേരിൽ കണ്ടു. സർക്കാർ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസ് മുതൽ എല്ലാ തരത്തിലുള്ള സർക്കാർ ഓഫീസുകളിലും പോയി ജീവനക്കാരുമായി സംസാരിച്ചു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ പോയി, തൊഴിൽശാലകളിൽ പോയി, ബസ് സ്റ്റാൻഡുകളിൽ പോയി, എല്ലാ മേഖലകളിലും പൊതുവെ താളുകൂടുന്നിടത്ത്, മരണവീടോ കല്യാണ വീടോ എന്തായാലും അവിടെയൊക്കെ ചെല്ലാനും അവരുമായി സംസാരിക്കാനും അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ LDF ഇതിനകം മണ്ഡലത്തിൽ നടത്തിയ പ്രചാരണ പരിപാടികളിലെ വലിയ ജനപങ്കാളിത്തം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെയും കർഷകരുടെയും പ്രശ്നങ്ങളിൽ കോൺഗ്രസിന്റെ ആത്മാർത്ഥതയില്ലായ്മ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. പൊന്നാനി മണ്ഡലത്തിലാണ് PP സുനീറിന് വോട്ടുള്ളത്. ഇന്ന് വയനാട്ടിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം മടങ്ങും. അനൂപ് KR, വയനാട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ ഇന്ന് സ്വദേശമായ നീലേശ്വരത്ത് വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പാണെന്ന് അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. സണ്ണി ജോസഫിന്റെ റിപ്പോർട്ട്. സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത്. 44 ദിവസം നീണ്ടുനിന്ന പൊതുപ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദമായി വോട്ടർമാരെ കാണുന്ന പ്രവർത്തനത്തിലാണ് അദ്ദേഹം. അതിനിടയിലാണ് നമ്മളുമായി അദ്ദേഹം സംസാരിക്കുന്നത്.
കാസർഗോഡ് ശക്തമായ ഒരു ത്രികോണ മത്സരം നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ട്. ഇതിനിടയിൽ അദ്ദേഹം തന്റെ പ്രതീക്ഷകൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. എന്താണ് ഈ കഴിഞ്ഞ 44 ദിവസവും മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി താങ്കൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ? യഥാർത്ഥത്തിൽ ആദ്യം തന്നെ ട്രെൻഡ് LDF അനുകൂലമായിരുന്നു. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വോട്ടുകൾ മാത്രമല്ല, LDFന് പുറത്തുള്ള നിഷ്പക്ഷമതികളുടെയും വികസന താൽപര്യ ജനങ്ങളുടെയും മാത്രമല്ല, ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും വോട്ട് ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ LDFന് ലഭിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആ കാഴ്ചപ്പാട് ശക്തിപ്പെടുന്ന അനുഭവങ്ങളാണ് ഈ 44 ദിവസങ്ങളിലും ഉണ്ടായത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഇടതുപക്ഷം മാത്രം വിജയിച്ചു വരുന്ന ഒരു പ്രത്യേകതയുള്ള മണ്ഡലമാണ് കാസർഗോഡ്. 1800 വോട്ട് മുതൽ 1 ലക്ഷത്തിലേറെ വോട്ടുകളുടെ വ്യത്യാസത്തിലും LDF സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. താങ്കളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ എന്താണ്? അല്ല, അത് ഈ തെരഞ്ഞെടുപ്പിനെന്ന് വെച്ചാൽ പല ഘടകങ്ങളും ഉണ്ട്. നമ്മളിൽ പ്രധാനമായും പരിഗണിക്കേണ്ടത് ശതമാനം തന്നെയാണ്. ഭൂരിപക്ഷമൊക്കെ എതിരാളികൾക്ക് കിട്ടുന്ന വോട്ടിൻ്റെ പ്രശ്നമുണ്ട്. എതിരാളികൾ തമ്മിൽ ചില അഡ്ജസ്റ്റ്മെന്റ് നടത്തിയേക്കും, അതൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇത്തവണ LDFന് ഏറ്റവും കൂടുതൽ വോട്ടും ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനവും കിട്ടും. ഭൂരിപക്ഷത്തിലും റെക്കോർഡ് വർധനവുണ്ടാകും. അപ്പോൾ അഭിമാനകരമായ വിജയം ഇത്തവണ LDF ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്ന കാര്യം നിസ്സംശയമാണ്. പരസ്യ പ്രചാരണം അവസാനിച്ചു എന്ന് നിശബ്ദമായി വോട്ടർമാരെ കാണുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എങ്ങനെയായിരുന്നു ഈ ദിവസത്തെ എങ്ങനെയാണ് ഇന്ന് ഈ ദിവസം ചെലവഴിക്കുന്നത്? പൂർണ്ണമായും ഇന്ന് നീലേശ്വരം മുനിസിപ്പാലിറ്റി കഴിയാവുന്ന സ്ഥലങ്ങളിൽ രാത്രി ഒരു 10 മണി വരെ വോട്ടർമാരെ കാണുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ പൊതുവെ LDFന്റേതല്ലാത്ത വോട്ടർമാരെ കാണുന്നതിനാണ് മുൻഗണന കൊടുക്കുന്നത്. നല്ല പ്രതികരണമാണ് നടത്തുന്നത്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ നാടെന്ന നിലയിൽ നല്ല വോട്ട് നേടിയെടുക്കാനുള്ള പ്രവർത്തനമാണ് ഇന്ന് അവസാന ദിവസം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും അദ്ദേഹത്തിനില്ല. ഉറച്ച വിജയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കൊല്ലത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കൊല്ലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പ്രതീക്ഷ പങ്കുവച്ചു. ചവറയിൽ അപ്രതീക്ഷിത ഭൂരിപക്ഷം ലഭിക്കുമെന്നും ബാലഗോപാൽ പറഞ്ഞു. ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. ഒരു പോസിറ്റീവ് എനർജി കഴിഞ്ഞ ഒരു 40 ദിവസത്തിലധികമുള്ള പ്രചരണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുള്ളത്. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. ഏത് നിലയിലാണ് ഒരു പ്രതീക്ഷ? ഇന്ന് വോട്ടർമാരോട് എങ്ങനെയാണ് അവരെ കാണാൻ ശ്രമിക്കുന്നത്? എന്തൊക്കെയാണ് പരിപാടികൾ? നിശബ്ദ പ്രചരണത്തിന് വലിയ ബഹളവും ശബ്ദവും പരസ്യമായിട്ടുള്ള കാര്യങ്ങളില്ലാതെ ആളുകളെ കാണുക എന്നുള്ളത് തന്നെ. അത് ഒരു വ്യക്തിപരമായ ആളുകളെ കാണാം, ഫോൺ ചെയ്യാം, വിളിക്കാം. പിന്നെ പൊതുവായിട്ടുള്ള ചില ചടങ്ങുകളുണ്ടാകും, കല്യാണങ്ങൾ, മരണങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പരമാവധി വോട്ടർമാരെ അങ്ങനെ, എന്നാൽ ഒരു പരസ്യ പ്രചരണത്തിൻ്റെ സ്വഭാവമില്ലാതെ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ നമ്മുടെ പ്രവർത്തകരുമൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. നിശബ്ദ പ്രചരണം ചെയ്യുന്നുണ്ടാവും, എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ്. എന്തായാലും വളരെ നല്ല അനുകൂലമായ സാഹചര്യമാണ്. വളരെ ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്നലെ ജില്ലയിലെ പരസ്യ പ്രചരണത്തിൻ്റെ അവസാനത്തെ പരിപാടികൾ നടക്കുന്ന സമയത്തും കണ്ടു കാണുമല്ലോ. ഇങ്ങോട്ട് വന്ന് സംഘർഷം ഉണ്ടാക്കാൻ ചില സ്ഥലത്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അതിനെയൊക്കെ അങ്ങനെ സംഘർഷത്തിലേക്ക് പോവാതെ തന്നെ കാര്യങ്ങൾ വന്നു. വലിയ തോതിലേക്ക് പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയൊഴുകുന്നു. എല്ലാവരും വീടുകളിലേക്ക് പോകുന്നു, പ്രവർത്തനം വരുന്നു. നല്ല അനുകൂലമായ സാഹചര്യം തന്നെ പൊതുവിൽ എല്ലായിടത്തും വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഏതൊക്കെ മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ലഭിച്ച ഒരു വോട്ട് ഷെയർ അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷമുണ്ട്? ആ ഭൂരിപക്ഷത്തിൽ എത്ര വർദ്ധിപ്പിക്കാനും മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? കണക്കുകളൊന്നും എടുത്തിട്ട് ഓരോ മണ്ഡലത്തിൻ്റെയും ഭൂരിപക്ഷം പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാം, 7 മണ്ഡലങ്ങളാണുള്ളത്. 7 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വരും. കഴിഞ്ഞ തവണ ഏറ്റവും പുറകിൽ വന്ന, ഇപ്പോഴും UDF ഏറ്റവും വലിയ അവരുടെ കേന്ദ്രമായിട്ട് കരുതുന്ന ചവറയിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വരും. അത് പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷം ചവറയിൽ അവർക്ക് കിട്ടി. അവിടെയാണ് ആ ഭൂരിപക്ഷത്തിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി വിജയം MLA അവിടെ വിജയിച്ചത്. ആ തരത്തിൽ നല്ല പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ജനങ്ങളുടെ വളരെ അനുകൂലമായ പ്രതികരണമുണ്ട്. നല്ല ഭൂരിപക്ഷം ചവറയിൽ ഉൾപ്പെടെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞങ്ങളുടെ എല്ലാ ഒരു കണക്കൂട്ടലും വിലയിരുത്തലും ഒക്കെ വരുമ്പോഴും അതത് സ്ഥലത്തു നിന്നുള്ള പ്രവർത്തകരുടെ എല്ലാം വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും വളരെ അനുകൂലമായ സാഹചര്യമായിരിക്കും.
നിശബ്ദ പ്രചാരണ ദിവസം വീടുകളിൽ കയറി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി പി ജയരാജൻ. PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിശബ്ദ പ്രചാരണ ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി പി ജയരാജൻ. ഇപ്പോൾ പി ജയരാജൻ നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 1.5 മാസക്കാലമായി പ്രചാരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. വളരെ വടകരയിൽ വലിയ മേൽക്കോയ്മ തന്നെ LDF സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നലത്തെ കൊട്ടിക്കലാശത്തിലടക്കം ആ ആവേശം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എങ്ങനെയാണ് LDFന്റെ ഒരു പ്രതീക്ഷകൾ? ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി എൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളോട് ഞാൻ പറഞ്ഞത് ഇത്തവണ വടകര LDF തിരിച്ചു പിടിക്കുമെന്നാണ്. ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടു കൂടി നല്ല ഭൂരിപക്ഷത്തോടെ വടകരയിൽ LDF ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാനാവും. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് ഇവിടെ വ്യക്തികളെ ബന്ധപ്പെട്ട് വോട്ട് നൽകുന്നതിന് വേണ്ടി ഉള്ള അഭ്യർത്ഥന നടത്തുന്ന പ്രവർത്തനത്തിലാണ് ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത്. ചില സ്ഥാപനങ്ങളും അവിടുത്തെ തൊഴിലാളികളെയും ജീവനക്കാരെയും കാണുന്ന പ്രവർത്തനവും ഇന്ന് നടത്തും. പരമാവധി വ്യക്തികളെ ബന്ധപ്പെടാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് LDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് നല്ല ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്തൊക്കെ ഘടകങ്ങൾ വടകരയിൽ അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ LDFനൊപ്പമില്ലാത്ത ലോക് താന്ത്രിക് ജനതാദൾ അത് വളരെ സജീവമായിട്ട് ഇപ്പോൾ LDFന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് LDFന് വളരെ അനുകൂലമായിട്ടൊരു ഘടകമാണ്. UDF ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ താഴേക്കടയിലുള്ള പ്രവർത്തകരടക്കം ഇന്ന് സജീവമായി മുഴുവൻ സമയ പ്രവർത്തകരായിട്ടാണ് LDFന് വേണ്ടി LJDയുടെ പ്രവർത്തകന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ LDF സർക്കാരിൻ്റെ നയങ്ങൾ, നടപടികൾ അത് പൊതുസമൂഹത്തിനകത്ത് LDFന് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ അനുകൂല ഘടകങ്ങളാണ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. BJP വോട്ടുകൾ UDFന് മറിച്ചു നൽകുന്നു എന്നുള്ളൊരു വ്യാപകമായ പ്രചാരണം ഈ മണ്ഡലത്തിലും കേരളത്തിൽ പൊതുവെയും ഉണ്ട്. അത് LDF തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമോ? അല്ല, അത് കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ മതനിരപേക്ഷത അംഗീകരിക്കുന്നവരാണ്. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ജനങ്ങൾ. അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളെയും സമന്വയ മനോഭാവത്തോടു കൂടി സമീപിച്ച സൂഫി പണ്ഡിതന്മാർ, അവരാണ് ഇസ്ലാം മതം ആദ്യകാലത്ത് പ്രചരിപ്പിച്ചത്. ആ സൂഫിസത്തിൻ്റെ പാരമ്പര്യം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് BJP, കോൺഗ്രസ്, ലീഗ് ഇവയെല്ലാം കൂട്ടുകെട്ടി മത്സരിച്ചാലും ഇവിടെ ഇടതുപക്ഷം ജയിക്കും. 90 മുതൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ BJPക്ക് സ്ഥാനാർത്ഥിയുണ്ട്. അത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ BJP സ്ഥാനാർത്ഥി കിട്ടുന്ന വോട്ടുകൾ എത്രയായിരിക്കും എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനാവും. ആ BJP വോട്ടുകൾ സമാഹരിക്കാനുള്ള കോൺഗ്രസിൻ്റെ ഗൂഢപദ്ധതിയാണ് ഇവിടെ നടപ്പാക്കുന്നത്. BJP അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ CPM വിരുദ്ധ പ്രചരണം അത് ഒരു CPM വിരുദ്ധ ജ്വരമാക്കി മാറ്റി പരമാവധി BJP വോട്ടുകൾ കോൺഗ്രസിൻ്റെ കൈപ്പത്തിക്ക് ചിഹ്നത്തിൽ കുത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് കോൺഗ്രസും ലീഗും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. എല്ലാവിധ ആശംസകളും. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന വടകരയിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് പി ജയരാജൻ പ്രകടിപ്പിച്ചിട്ടുള്ളത്. വടകരയിൽ നിന്നും ക്യാമറമാൻ അൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. ചാലക്കുടി മണ്ഡലത്തിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റ് നിശബ്ദ പ്രചരണത്തിന്റെ തിരക്കിലാണ്. മണ്ഡലത്തിലെ വിവിധ ഗവൺമെന്റുകളിലും സ്ഥാപനങ്ങളിലും എത്തിയാണ് ഇന്നസെന്റ് വോട്ട് അഭ്യർത്ഥിച്ചത്. മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്നസെന്റ്. ചാലക്കുടിയിൽ നിന്നും സിബി തയ്യാറാക്കിയ റിപ്പോർട്ട്. ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റും ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിലാണ്. ഇന്നലെ വലിയ ആവേശപൂർവമായ ഒരു കുട്ടിക്കലാശം നടന്നിരിക്കുന്നു. ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിലാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയുമാണ് ഇപ്പോൾ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ? അതായത് എലക്ഷന് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ജയിക്കും എന്ന് തന്നെയാണ് മനസ്സിലുണ്ടാകും. അത് എനിക്കും ഉണ്ട്. പിന്നെ
ഈ പ്രാവശ്യം എൻ്റെ വികസനത്തിനുള്ള വോട്ടാണ് എനിക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള വികസനം. അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു ഫാക്ടറി പോയപ്പോൾ അവർ പറയണത് നിങ്ങൾ തന്ന വെളിച്ചം കണ്ടാണ് ഞങ്ങൾ സന്തോഷമാവുന്നത്. ആ നിങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമെന്നാണ് അയാളും അയാളുടെ ജോലിക്കാരായുള്ള സ്ത്രീകളും പറയുന്നത്. 132 ഹൈമാസ് ലൈറ്റാണ്, 7 മണ്ഡലമാണ്. 132 ഭാഗിച്ചാൽ ഒരു സ്ഥലത്ത് എത്ര ഹൈമാസ് ലൈറ്റ് ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽ, ആദ്യം നമ്മൾ ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കുടിവെള്ളം, അതൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. റോഡുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ആളുകളൊക്കെ നമുക്ക് നമ്മുടെ വികസനം, ആ വികസനം കണ്ട് തന്നെ നമുക്ക് വോട്ട് ചെയ്യുന്നതാണ്. അന്നൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഞാൻ വരുമ്പോൾ. കഴിഞ്ഞ തവണ ഒരു നടൻ ഇന്നസെൻ്റ് എന്ന നിലയിലാണ് കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തെ പ്രതികരിച്ചത്. ഇന്നിപ്പോൾ നടൻ എന്ന് പറയും സഹാവ് ഇന്നസെൻ്റ് എന്ന നിലയിൽ നിൽക്കുന്നു. അപ്പോൾ എങ്ങനെ നടനിൽ നിന്ന് സഹാവിലേക്ക് മാറിയപ്പോൾ ഈ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ ജനങ്ങൾക്കൊരു ഭ്രാന്ത് പോലെയാണ്. പാർട്ടി നമ്മുടെ ആളാണ്, ഇയാൾ പാർട്ടിയുടെ ആളാണ്. അന്ന് അങ്ങനെയല്ല. അവർ വോട്ട് കുത്തുമ്പോൾ അവരുടെ ഉള്ളിൽ സ്വതന്ത്രനെ തന്നെ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇന്നങ്ങനെ ഇവൻ നമ്മുടെ ആൾ അങ്ങനെ ഉറക്ക അമർത്തിയിട്ട് ചീത്തയാവുന്ന പേടിയിട്ട് ഈ ആവേശം കൂടിയിട്ട് അത്രയും ആവേശം അവർക്കുണ്ട്. ഈ മണ്ഡലത്തിൽ 1750 കോടിയുടെ വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് MP ഫണ്ട് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയ MP എന്ന നിലയിലാണ് അങ്ങ് വീണ്ടും വോട്ടർമാരെ കാണുന്നത്. എന്നാൽ UDF പറയുന്നു ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം പറയുന്നത്. എന്താണ് കാരണത്തിലൊന്നും വേറൊന്നും പറയാനില്ല. ഇപ്പം ഞാൻ അതിൽ നിന്ന് കാശ് കെട്ടുമെന്ന് പറയണില്ല. അത് അവരുടെ മര്യാദ കൊണ്ടല്ല, ഇല്ല, അത് അവർക്കറിയാം. ഞാൻ ഇതിനേക്കാളും മുമ്പ് ഒരു സംഘടന കൊണ്ടു നടന്ന ആളാണ്. 18 വർഷം കൊണ്ടു നടന്നത്. അവിടെ പോയി അന്വേഷിക്കുക എന്നെ പറ്റിയിട്ട്. സിനിമ, അവിടെയൊക്കെ നമ്മൾ ആൺകുട്ടിയായിട്ട് നിൽക്കുകയും അവിടെ കോടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഏതെങ്കിലും അവിടെയുള്ള ഒരാളെ കൊണ്ട് അവർക്ക് പറയിപ്പിക്കാൻ പറ്റില്ല ഇന്നസെൻ്റ് അവിടെ നിന്ന് കാശടിച്ചു എന്നുള്ളത്. അതൊന്നും എൻ്റെ പുസ്തകത്തിൽ ഇല്ല. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. തീർച്ചയായും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ ഇന്നസെന്റും ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിൽ തന്നെ വലിയ ആവേശത്തോടെ തന്നെയാണ് അത് എല്ലാവരും എതിരേൽക്കുന്നത്. അവസാന വോട്ടുകൾ പോലും പെറുക്കിയെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവസാനത്തെ വോട്ടർമാരെ പോലും കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റ്.